നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുതുവർഷമാണ്. 2025 ജനുവരി മാസം 1-ാം തീയതി ന്യൂ ഇയറാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം, ഇന്ന് ന്യൂ ഇയറാണ്, ബുധനാഴ്ചയാണ്, ഉത്രാട നക്ഷത്രമാണ്. മലയാള മാസപ്രകാരം 1200 ആണ്ട് ധനുമാസം 17-ാം തീയതി ആണ് ബുധനാഴ്ച. ഉത്രാട നക്ഷത്രമാണ്. ഇന്ന് പുതുവർഷം എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാണ്. ബുധനാഴ്ച പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. അപ്പോൾ നല്ലൊരു വർഷമാണ്. ശരിക്ക് നമുക്കിന്ന് വർഷാരംഭം നോക്കുമ്പോൾ നല്ലൊരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും കൊള്ളാം. അതേപോലെ തന്നെ ഇന്ന് ധനുമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ്. തൊഴിൽപരമായിട്ട് വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. അതായത് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. ഇത് രണ്ടുമല്ല, ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക. നിങ്ങളുടെ ബിസിനസ് പുരോഗതിയിലേക്ക് വരും. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ശ്രമം തുടരുക. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉപരി പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങളുടേത്. ഇപ്പോൾ ബുധനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, ബുധൻ്റെ ദേവത ശരിക്ക് മഹാലക്ഷ്മിയും ശ്രീകൃഷ്ണസ്വാമിയാണ്. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലുമൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ ഇന്നും നമ്മൾ നല്ല ദിവസമാണ്, ന്യൂ ഇയറാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:28 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 1:30 രാഹുകാലം തിരില്ല. 1:54 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് മാത്രമേ ഉച്ച സമയത്താണ് എങ്കിലും യാത്രയ്ക്ക് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 11:02 തൊട്ട് 12:28 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 8:11 തൊട്ട് 9:37 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:04 തൊട്ട് 12:52 വരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം രാഹുകാലം നിൽക്കുന്ന സമയമാണ്. രാഹുകാലം ശുഭകാര്യങ്ങൾക്ക് ബാധകമല്ല എങ്കിലും യാത്രയ്ക്ക് ബാധകമാണ്. അപ്പം നമുക്ക് രാഹുകാലം നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. അല്ലാതെ തന്നെ നമുക്കിന്ന് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. പച്ച മിക്സായിട്ടുള്ളതോ പച്ച കളറുമായി അതുപോലെ പച്ച കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിനിറങ്ങുന്നത് ബുധൻ്റെ പവർ കൂടാനും നമ്മളിലേക്ക് പെട്ടെന്ന് പോസിറ്റീവ് എനർജി വരാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ. അതുപോലെ ഒരു പുതുവർഷം എല്ലാവർക്കും സന്തോഷപ്രദമായ വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.